പ്രിയ കുട്ടികളെ, ബ്രെയിൻ ടെക്കിലേക്ക് സ്വാഗതം. 2023-24 ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. രാഷ്ട്രപതി ഭവനിലെ മുഗൾ ഗാർഡൻ പൂന്തോട്ടങ്ങളുടെ പുതിയ പേര് എന്താണ്? അമൃത് ഉദ്യാൻ. ഔറംഗാബാദിൻ്റെ പുതിയ പേര് ഛത്രപതി സാംഭാജി നഗർ. ഇന്ത്യയിലെ ഏറ്റവും മലിനമായ നദി കൂവം നദി, ചെന്നൈ. 17ാമത് പ്രവാസി ഭാരതീയ ദിവസിൻ്റെ വേദി ഇൻഡോർ. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹോക്കി സ്റ്റേഡിയം ഏതാണ്? ബിർസ മുണ്ട ഹോക്കി സ്റ്റേഡിയം, റൂർക്കേല, ഒഡീഷ. ഇന്ത്യൻ ഭരണഘടനാ ശില്പി ഡോക്ടർ BR അംബേദ്കറുടെ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പ്രതിമ അനാച്ഛാദനം ചെയ്തതെവിടെയാണ്? വിജയവാഡ, ആന്ധ്രാപ്രദേശ്. 2024 ഫെബ്രുവരിയിൽ വിക്ഷേപിച്ച ഇന്ത്യയുടെ കാലാവസ്ഥാ നിരീക്ഷണ ഉപഗ്രഹം ഇൻസാറ്റ് 3DS. ബെന്നു എന്ന ചിഹ്നഗ്രഹത്തിൽ നിന്നും കല്ലും മണ്ണും അടങ്ങിയ സാമ്പിൾ ശേഖരിച്ച് ഭൂമിയിലെത്തിയ നാസയുടെ ബഹിരാകാശ ദൗത്യം ഒസിരിസ് RX വിക്ഷേപിച്ചത് 2016 സെപ്റ്റംബർ 8. ബെന്നുവിൽ നിന്നും സാമ്പിൾ ശേഖരിച്ച് ഭൂമിയിൽ തിരിച്ചെത്തിയത് 2023 സെപ്റ്റംബർ 24. 2023 സ്വരാജ് ട്രോഫി ജേതാക്കൾ: മികച്ച ജില്ലാ പഞ്ചായത്ത് തിരുവനന്തപുരം, മികച്ച കോർപ്പറേഷൻ തിരുവനന്തപുരം, മികച്ച ബ്ലോക്ക് പഞ്ചായത്ത് നീലേശ്വരം കാസർഗോഡ്, പെരുമ്പടപ്പ് മലപ്പുറം, വൈക്കം കോട്ടയം. 3 ബ്ലോക്ക് പഞ്ചായത്തുകൾക്ക് ലഭിച്ചു. മികച്ച മുനിസിപ്പാലിറ്റി ഗുരുവായൂർ, തൃശ്ശൂർ ജില്ല. മികച്ച ഗ്രാമപഞ്ചായത്ത് വലിയ പറമ്പ്, കാസർഗോഡ്. കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ മണ്ഡലം തളിപ്പറമ്പ്. 2024 ഓസ്കാർ പുരസ്കാരം നേടിയ മികച്ച ചിത്രം ഓപ്പൺഹൈമർ. സംവിധായകൻ ക്രിസ്റ്റ്യൻ നോലൻ. നടൻ കിലിയൻ മർഫി. സഹനടൻ റോബർട്ട് ഡൗണി ജൂനിയർ. ഇവർ ഉൾപ്പെടെ 7 പുരസ്കാരങ്ങളാണ് ഓപ്പൺഹൈമർ എന്ന ചിത്രത്തിന് ലഭിച്ചത്. ഇന്ത്യയിൽ ഏറ്റവും നീളമുള്ള തുരങ്ക റെയിൽപാത എവിടെ? ജമ്മു കാശ്മീർ. ഉദ്ധംപൂർ ശ്രീനഗർ ബാരാമുള്ള റെയിൽപാതയാണ്. T50 എന്ന് പേരിട്ടിരിക്കുന്ന തുരങ്കപാതയുടെ നീളം 12.77 കിലോമീറ്ററാണ്. മികച്ച ഛായാഗ്രാഹകർക്ക് നൽകി വരുന്ന പിയർ അഞ്ജനോവ് ട്രിബ്യൂട്ട് പുരസ്കാരത്തിന് അർഹനായ മലയാളി A. സന്തോഷ് ശിവൻ. ഈ പുരസ്കാരം ലഭിക്കുന്ന ആദ്യ ഇന്ത്യക്കാരനാണ് സന്തോഷ് ശിവൻ. ജയ്പൂരിൽ നടന്ന റോയൽ മിസ് ഇന്ത്യ മത്സരത്തിൽ കിരീടം നേടിയ മലയാളി ഋതു സാരംഗി ലാൽ. മോഹൻലാൽ അഭിനയകലയിലെ ഇതിഹാസം എന്ന പുസ്തകം രചിച്ചത് MK സാനു. 2024 ഹരിവരാസന പുരസ്കാരം PK വീരമണി. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ഗതാഗത യോഗ്യമായ റോഡ് നിലവിൽ വരുന്നത് ലഡാക്ക്. ഇന്ത്യയിൽ നിലവിൽ വരുന്ന ആദ്യത്തെ 8 വരി എലിവേറ്റഡ് അതിവേഗ പാത ഏത്? ദ്വാരക എക്സ്പ്രസ് വേ. 2023 G20 ചലച്ചിത്രമേളയുടെ ഉദ്ഘാടന ചിത്രം പത്തേർ പാഞ്ചാലി. 2023 ലോകമാന്യ തിലക് അവാർഡ് നേടിയത് നരേന്ദ്രമോദി. കേരളത്തിൽ ആദ്യമായി യൂറോപ്യൻ നീർനായയുടെ സാന്നിധ്യം കണ്ടെത്തിയത് ഏത് വന്യജീവി സങ്കേതത്തിലാണ്? ചിന്നാർ വന്യജീവി സങ്കേതം. 2024 ചെന്നൈ വേദിയാകുന്ന ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിൻ്റെ ഭാഗ്യചിഹ്നം വീരമംഗൈ. 2023 ഡിസംബറിൽ ലോകത്തിൽ ഏറ്റവും മനോഹരമായ വിമാനത്താവളത്തിനുള്ള യുനെസ്കോ പുരസ്കാരം നേടിയ രാജ്യത്തെ ആദ്യ വിമാനത്താവളം ഏപ്പഗൌഡ അന്താരാഷ്ട്ര വിമാനത്താവളം, ബാംഗ്ലൂർ. 2023 ഡിസംബറിൽ വിരമിച്ച ഗുസ്തി താരം സാക്ഷി മാലിക്കിനെ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് പത്മശ്രീ പുരസ്കാരം തെരുവിൽ ഉപേക്ഷിച്ച ഗുസ്തി താരം ബജരംഗ് പൂനിയ. ഇന്ത്യയിലെ ആദ്യ സോളാർ കാർ ഇവ.
2023 ശ്രീലങ്കയുടെ റിപ്പബ്ലിക് ദിനത്തിൽ ആരുടെ പേരിലാണ് ശ്രീലങ്ക പോസ്റ്റർ സ്റ്റാമ്പ് പുറത്തിറക്കിയത്? ജവഹർലാൽ നെഹ്റുവിൻ്റെ. യുണൈറ്റഡ് നേഷൻസ് 2024 ഏത് വർഷമായിട്ടാണ് ആചരിക്കുന്നത്? അന്താരാഷ്ട്ര ഒട്ടക വർഷം. 2023 ചെറുധാന്യ വർഷം. യുണൈറ്റഡ് നേഷൻസ് 2025 ഏത് വർഷമായാണ് ആചരിക്കാൻ തീരുമാനിച്ചത്? ഹിമാനികളുടെ സംരക്ഷണത്തിൻ്റെ അന്താരാഷ്ട്ര വർഷം. എല്ലാ വർഷവും കുടുംബശ്രീ ദിനമായി ആചരിക്കാൻ തീരുമാനിച്ചതെന്ന്? മെയ് 17. 2023 റിപ്പബ്ലിക് ദിനത്തിൽ കേരളം അവതരിപ്പിച്ച ടാബ്ലോ നാരി ശക്തി. പുരസ്കാരങ്ങൾ നേടിയവരെക്കുറിച്ചുള്ള ഒരു വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യങ്ങളാണ് ഈ ചാനലിലൂടെ നിങ്ങൾക്ക് നൽകുന്നത്. കൂടുതൽ വിവരങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. ജൂൺ മുതൽ സ്കൂൾ സിലബസും നൽകുന്നതാണ്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ, മറക്കരുത്.